കറുപ്പമ്പളപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിഷമകരമായ ഒരു വാർത്തയുമായിട്ടാണ് കറുപ്പമ്പളപ്പും വരുന്നത്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അന്തരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരുവനന്തപുരം SCT ആശുപത്രിയിൽ അദ്ദേഹം മരണത്തോട് മല്ലിടുകയായിരുന്നു. 1923 ഒക്ടോബർ 20 പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കാമ്മയുടെയും മകനായിട്ട് ജനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ അദ്ദേഹം CPI വിട്ട് 1964 കൽക്കട്ട തെസീസ് അനുസരിച്ച് CPI വിട്ടുവന്ന നേതാക്കളിൽ ഇന്ന് വരെ ജീവനോടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ശ്രീ വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദനാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറെ ചർച്ചാ വിഷയമായത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ 1965 പുറത്താക്കിയതോടെ. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തദാനം നൽകണമെന്നും നമ്മുടെ പട്ടാളക്കാരോടാവണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. പാർട്ടിയിൽ പല വേദികളിലും അത് പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് തന്നെ ജയിലിൽ നിന്ന് കിട്ടുന്ന തുകയും പട്ടാളക്കാർക്ക് കൊടുക്കണമെന്ന് ശഠിച്ചു. എന്നാൽ ജയിലിൽ വെച്ച് തന്നെ ശ്രീ OJ ജോസഫ് എന്ന ആൾ ഇതിനെതിരെ അദ്ദേഹവുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പുറത്തിറങ്ങിയതിന് ശേഷം പാർട്ടി കമ്മിറ്റികളിൽ ഈ വിഷയം ഉന്നയിക്കുകയും മറ്റു പലരും കൊടുത്ത പരാതികൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ഇതോടെയാണ് അച്യുതാനന്ദൻ മാത്രമല്ല പുന്നപ്രയിലെ മറ്റു പല സമരങ്ങളിലും നായകനുമായിരുന്നു. പക്ഷെ പാർട്ടിക്കകത്ത് വേറിട്ടൊരു ശബ്ദം, ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം, അത് അച്യുതാനന്ദൻ്റെ ആയിരുന്നു. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചൈനയുമായിട്ടുള്ള കൂറിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ അച്യുതാനന്ദൻ അവസാനം വരെയും ഭാരതത്തോട് കൂറുള്ള ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു, ഒരു മാർക്സിസ്റ്റായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നയിച്ച ഇടുക്കിയിലെ സമരങ്ങൾ, എറണാകുളം MG റോഡിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ലോട്ടറിക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ, സിനിമ പൈറസിക്കെതിരായിട്ടുള്ള നിലപാടുകൾ, ഇതെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ഡയറി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജീവിതത്തിൽ VS അച്യുതാനന്ദൻ തന്നെ സിനിമയിലും അഭിനയിക്കുകയുണ്ടായി. കാലിക്കടവ് നിവാസികൾക്ക് കിട്ടേണ്ട ജീവജലം തടയണ കെട്ടി തടഞ്ഞു നിർത്തി ഊറ്റിയെടുക്കുന്ന വാട്ടർ ഡ്രോപ്സ് കമ്പനിക്കാരാ, നിങ്ങളിനി കുറേ വെള്ളം കുടിക്കും. സിനിമ ഏറ്റവും നന്നായിട്ടുണ്ട്. ജനങ്ങൾക്ക് പുതിയൊരു സന്ദേശമാണ് കാലിക്കടവ് നൽകിയിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള സമരത്തിനെ ഫിലിമാക്കിയപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ എന്ന പേരിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കൂടാതെ ഒരുപിടി ചിത്രങ്ങൾ ശ്രീ അച്യുതാനന്ദനെ എന്ന മുഖ്യമന്ത്രിയെയും അച്യുതാനന്ദൻ എന്ന വ്യക്തിയെയും കാണിച്ചിട്ട് കേരളത്തിൽ അദ്ദേഹത്തെ പോർട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ സംസാരം കൊണ്ടും ആക്ഷൻ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും എല്ലാം അച്യുതാനന്ദനെ പലരും അബ്രപാടിയിൽ എത്തിച്ചു.